ആഹാരം കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ കിടന്ന റിങ്കുവിനും ടിങ്കുവിനും ഉറക്കമേ വന്നില്ല. കഥ കേൾക്കാതെ പറ്റില്ലെന്നായപ്പോൾ അവർ അമ്മുമ്മയെ വിളിച്ചു. ഒരു ചെറു ചിരിയോടെ അമ്മുമ്മ അലമാരയിൽ നിന്നും തൻ്റെ കഥകളുടെ മാന്ത്രിക ചെപ്പ് വീണ്ടും പുറത്തേക്കെടുത്ത് തുറന്നു. മുറി മുഴുവൻ വീണ്ടും നല്ല നീല വെളിച്ചത്തിൽ തിളങ്ങി. കഥ പറയുന്ന തിളങ്ങുന്ന ചിറകുകളുള്ള കുഞ്ഞു മാലാഖ ചെപ്പിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒപ്പം കുഞ്ഞു നക്ഷത്രങ്ങളും ചിത്രശലഭങ്ങളും. റിങ്കു, ടിങ്കു, എന്താ കഥ കേൾക്കണോ? വേണം മാലാഖേ. ശരി, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സണ്ണി എന്നും വിന്നി എന്നും പേരുള്ള 2 അണ്ണാറക്കണ്ണന്മാരുടെ കഥ പറഞ്ഞു തരാം. മാലാഖ കഥ പറയാൻ തുടങ്ങി. ഒരു കാട്ടിൽ കുസൃതികളും വഴക്കാളികളുമായ 2 അണ്ണാങ്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, വിന്നിയും സണ്ണിയും. എല്ലാ കാര്യങ്ങളിലും അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടേയിരുന്നു. ഒരിക്കൽ വലിയൊരു ബഹളം കേട്ട് കാട്ടിലെ ജന്തുക്കൾ തടിച്ചുകൂടി. വിന്നിയും സണ്ണിയുമാണ് വലിയ ശബ്ദത്തിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചുവന്നു തുടുത്ത പഴങ്ങൾ നിറഞ്ഞ ചെടികളുടെ കൂട്ടം അവർ കാടിൻ്റെ ഒരു മൂലയിൽ കണ്ടെത്തി. അത് താനാണ് കണ്ടതെന്ന് വിന്നിയും അല്ല താനാണെന്ന് സണ്ണിയും അവകാശപ്പെട്ടു. അതിനായിരുന്നു വഴക്ക്. കാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാക്കാറുണ്ടായിരുന്ന പെലിപ്പൻറ്റ് എന്ന ആന ബഹളം കേട്ട് ഓടി വന്നു. എന്താണ് ഇവിടെ ഒരു ബഹളം? എന്താണ് പ്രശ്നം? ആനയമ്മാവ, ഈ ചെടിക്കൂട്ടം ഞാനാണ് ആദ്യം കണ്ടത്, അതുകൊണ്ട് ഇതിലെ പഴങ്ങൾ മൊത്തം എനിക്ക് വേണം, വിന്നി പറഞ്ഞു. അല്ല ആനയമ്മാവ, ഞാൻ കണ്ടതിന് ശേഷമാണ് ഇവൻ കണ്ടത്, അതുകൊണ്ട് എനിക്കാണ് ഇതിൻ്റെ മൊത്തം അവകാശം. സണ്ണിയും വിട്ടുകൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ അടി ഉണ്ടാക്കാതെ ഇതിലെ പഴങ്ങൾ നിങ്ങൾക്ക് 2 പേർക്കും പങ്കിട്ടെടുത്തൂടെ? അത് പറ്റില്ല, എനിക്ക് മൊത്തം വേണം, സണ്ണി പറഞ്ഞു. അല്ല, എനിക്കാണ് മൊത്തം വേണ്ടത്, വിന്നിയും ഉറക്കെ പറഞ്ഞു. ഈ കാട് എല്ലാവരുടേതുമല്ലേ, ഇതിലെ കാര്യങ്ങൾ പങ്കിട്ടെടുക്കാൻ പഠിക്കണം, ആനയമ്മാവൻ അവരെ ഉപദേശിച്ചു. ബാക്കി എന്ത് വേണോ പങ്കിടാം, പക്ഷെ ഇത് മൊത്തം എനിക്ക് വേണം. അല്ല, എനിക്കും വേണം ആനയമ്മാവ. ശരി, എന്നാൽ ഞാനൊരു കാര്യം പറയാം, അതാണ് അന്തിമ തീരുമാനം. ഇന്ന് പറിക്കുന്ന പഴം മുഴുവൻ വിന്നിക്കാണ്. നന്ദി ആനയമ്മാവ, വിന്നി തുള്ളിച്ചാടി. അപ്പോൾ എനിക്ക്? സണ്ണിക്ക് കരച്ചിൽ വന്നു. നാളെ പറിക്കുന്നത് മുഴുവൻ സണ്ണിക്ക്. ശരി, പക്ഷെ ഇന്ന് സണ്ണിയാണ് പഴം പറിക്കേണ്ടത്. ആ പറിക്കുന്ന പഴം ഏതാണോ അത് വിന്നി കഴിക്കണം. നാളെ വിന്നി ഏതാണോ പറിച്ചു കൊടുക്കുന്നത് അത് സണ്ണിയും കഴിക്കണം. സമ്മതിച്ചോ? 2 പേരും സമ്മതിച്ചോ? സമ്മതിച്ചു, ഞങ്ങൾ 2 പേരും സമ്മതിച്ചു. അങ്ങനെ 2 പേരും തലയാട്ടി. അങ്ങനെ ജന്തുക്കൾ മൊത്തം പിരിഞ്ഞുപോയി. അന്ന് വിന്നിക്ക് പഴം പറിച്ചു കൊടുത്തത് സണ്ണിയാണ്. പഴുക്കാത്ത കായ്കളാണ് അവൻ പറിച്ചു കൊടുത്തത്. അത് വിന്നി കഴിക്കാതെ തുപ്പിക്കളഞ്ഞു. അടുത്ത ദിവസം സണ്ണിക്ക് വിന്നി പറിച്ചു കൊടുത്തതും അതുപോലെയുള്ള പച്ചക്കായ്കളായിരുന്നു. സണ്ണിയും അത് മൊത്തം തുപ്പിക്കളഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പണി പാളുമെന്ന്. അന്ന് സണ്ണി നല്ല പഴുത്ത പഴങ്ങൾ നോക്കി വിന്നിക്ക് പറിച്ചു കൊടുത്തു. അതിനടുത്ത ദിവസം വിന്നിയും നല്ല ഒന്നാന്തരം പഴങ്ങളാണ് സണ്ണിക്ക് കൊടുത്തത്. അങ്ങനെ ദിവസങ്ങൾ പോകവേ അവർ പരസ്പരം പഴങ്ങൾ പങ്കിട്ട് കഴിക്കാൻ തുടങ്ങി. കുറേ ദിവസത്തിന് ശേഷം ആനയമ്മാവൻ അതിലേ വന്നപ്പോൾ വിന്നിയും സണ്ണിയും അവിടെ ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച് പഴച്ചെടികൾക്ക് വെള്ളമൊക്കെ കോരി പഴങ്ങൾ പങ്കിട്ട് കഴിച്ച് സുഖമായി താമസിക്കുന്നു. ആനയമ്മാവനെ കണ്ടപ്പോൾ അവർ പഴങ്ങൾ പറിച്ച് കഴിക്കാനായി കൊടുത്തു. എനിക്ക് വേണ്ട മക്കളെ, നിങ്ങൾ 2 പേരും സുഖമായിട്ടിരിക്കുന്നല്ലോ, ഇപ്പോൾ വഴക്കൊന്നും ഇല്ലല്ലോ? ഇല്ല ആനയമ്മാവ, ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചതിന് നന്ദി. ഇനി ഞങ്ങൾ തല്ല് കൂടത്തേയില്ല, വിന്നിയും സണ്ണിയും സന്തോഷത്തോടെ പറഞ്ഞു. അവരുടെ ഈ സ്നേഹം കണ്ട ജന്തുക്കൾ മിക്കവരും പരസ്പരമുള്ള വഴക്കും തല്ലുകൂടലും ഒക്കെ നിർത്തി സ്നേഹത്തോടെ സഹകരണത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി കുഞ്ഞുങ്ങളെ? മാലാഖ ചോദിച്ചു. സഹജീവികളോടുള്ള മത്സരം നിർത്തി പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചാൽ സുഖകരമായ സന്തുഷ്ടമായ ഒരു ജീവിതമുണ്ടാവും. ഒറ്റയ്ക്കും മറ്റുള്ളവർക്കെതിരെയും നിന്ന് നേടാവുന്നതിനേക്കാൾ കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടാം.
നല്ല കുട്ടികൾ, ശുഭരാത്രി. കുഞ്ഞുമാലാക കഥച്ചെപ്പിലേക്ക് തൻ്റെ കുഞ്ഞു നക്ഷത്രങ്ങൾക്കൊപ്പം തിരികെ പോയി. നല്ലൊരു കഥ കേട്ട സന്തോഷത്തിൽ റിങ്കുവും ടിങ്കുവും ഉറങ്ങാനും പോയി. എന്താ കൂട്ടുകാരെ, ഈ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും?